കോഴിക്കോട് ടൗൺ ഇനി അറിയപ്പെടാൻ പോകുന്നത് ചിലപ്പോൾ മാളുകളുടെ നഗരം എന്നായിരിക്കും. നമ്മുടെ ഈ ഒരു NH-66 വികസനത്തോട് കൂടിയിട്ട് ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ വളരെയധികം ഡെവലപ്മെന്റ്സ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ച് ഒരുപാട് ഡെവലപ്മെന്റുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ അതിന്റെ തെളിവുകളാണ് ഇപ്പോൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതെ, അടുത്ത പുതിയ മാളും ഓപ്പൺ ചെയ്യാനായിട്ട് പോവുകയാണ്. എവിടാന്ന് ചോദിക്കുകയാണെങ്കിലേ, അതിനു മുമ്പ് കുറച്ച് മാസങ്ങൾക്ക് മുന്നെയാണ് നമ്മുടെ ബ്ലൂ ഡയമണ്ട് മാള് കോഴിക്കോട് മാവൂർ റോഡിൽ ഓപ്പൺ ചെയ്തത്. അപ്പൊ അതിനുശേഷം അടുത്ത മാളിന്റെ ഓപ്പൺ ചെയ്യാനായിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ ഏത് മാളാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ കല്യാൺ ഗ്രൂപ്പിന്റെ കല്യാൺ മാൾ. പ്രഥമ ദൃഷ്ടിയ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കല്യാൺ സൂപ്പർ മാർക്കറ്റും അതുപോലെ തന്നെ കല്യാൺ സിൽക്സുമാണ് നമുക്ക് അവിടെ ഉണ്ടെന്ന് അറിയാൻ സാധിച്ചത്. പ്രത്യേകിച്ച് വെബ്സൈറ്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ മാളിന്റെ ഏരിയ അതുപോലെ തന്നെ അവിടെ തിയേറ്റർ ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊന്നും അതിനകത്ത് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ അതിന്റെ കൂടുതൽ ഇൻഫർമേഷൻ വരട്ടെ. അപ്പോൾ നമുക്ക് അതിന്റെ കാര്യങ്ങൾ പറയാം കേട്ടോ. അപ്പോൾ ഈ ഒരു കല്യാൺ മാളും കൂടെ ചേർത്തിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കോട് മാവൂർ റോഡിൽ മാത്രമായിട്ട് മൊത്തം 6 ഷോപ്പിംഗ് മാളുകളാണ് ഉള്ളത്. 5 മാളാണ് ഉള്ളത്, പക്ഷേ തൊട്ടടുത്ത് തന്നെ വേറൊരു മാളും കൂടെ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണ് മൊത്തം 6 മാളുകൾ നമ്മുടെ കോഴിക്കോട് മാവൂർ റോഡിൽ മാത്രം ഉള്ളത്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അത് മാത്രമല്ല, ഏതൊക്കെ മാളുകളിൽ എത്ര തിയേറ്ററുകൾ ഉണ്ട് എന്നുള്ള കാര്യം കൂടെ നോക്കാം കേട്ടോ. ഇതൊക്കെ ഒരു ഒറ്റ ഏരിയയിൽ വരുന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ എന്തുമാത്രം തിയേറ്റേഴ്സ് ഉണ്ടെന്നുള്ള കാര്യം കൂടെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ കല്യാൺ മാള് കൂടാതെ അടുത്ത രണ്ടാമത്തെ മാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗോകുലം ഗല്ലേറിയ മാളാണ്. അപ്പൊ 5 ലക്ഷം സ്ക്വയർ ഫീറ്റ് ആണ് നമ്മുടെ ഗോകുലം ഗല്ലേറിയ മാളിന്റെ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അവിടെ തിയേറ്റർ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാലോ. യെസ്, ഓഫ് കോഴ്സ് തിയേറ്റർ ഉണ്ട്. നമ്മുടെ ഇന്റർനാഷണൽ മൾട്ടിപ്ലക്സ് ബ്രാൻഡ് ആയിട്ടുള്ള സിനിപോളിസിന്റെ 5 സ്ക്രീനോട് കൂടിയ മൾട്ടിപ്ലക്സ് തിയേറ്റർ ആണ് ഗോകുലം ഗല്ലേറിയ മാളിൽ വരുന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ RP ഗ്രൂപ്പിന്റെ 2 ഷോപ്പിംഗ് മാളുകളാണ് കോഴിക്കോട് മാവൂർ റോഡിൽ മാത്രം വരുന്നത്. ഏതൊക്കെയാണെന്ന് ചോദിക്കുവാണെങ്കിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള RP മാൾ. അപ്പൊ അവിടുത്തെ കാര്യം പറയുവാണെങ്കിൽ നമ്മുടെ ലാലേട്ടന്റെ മൾട്ടിപ്ലക്സ് തിയേറ്റർ ആണ്. 5 സ്ക്രീനോട് കൂടിയ ആശീർവാദ് സിനിപ്ലക്സ് ആണ് അവിടെ വരുന്നത് കേട്ടോ. ഇനി അത് കൂടാതെ ഈ അടുത്ത് പറഞ്ഞ നമ്മുടെ ബ്ലൂ ഡയമണ്ട് മാള്. അപ്പൊ അവിടെ തിയേറ്റർ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാലോ. യെസ്, തിയേറ്റർ ഉണ്ട്, പക്ഷെ ഇതുവരെ ഓപ്പൺ ചെയ്തിട്ടില്ല. എത്രയും പെട്ടെന്ന് തന്നെ ഓപ്പൺ ചെയ്യാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുന്ന 3 സ്ക്രീനോട് കൂടിയ മിറാജ് സിനിമാസ്. ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, മൊത്തം 5, 10, 13 സ്ക്രീനാണ് ഈ ഒരു ഒറ്റ സ്ട്രെച്ചിൽ മാത്രം വരുന്നത് കേട്ടോ. അപ്പൊ ഈ അടുത്ത് തുറക്കാൻ പോകുന്ന കല്യാൺ മാളിലും കൂടെ തിയേറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും എണ്ണം കൂടത്തേ ഉള്ളൂ. അപ്പോൾ മാളുകളിലേക്ക് തിരിച്ചു വരാം. അപ്പൊ ഇനി അടുത്ത മാൾ ഏതാണെന്ന് ചോദിക്കുവാണെങ്കിൽ നമ്മുടെ ഫോക്കസ് മാളാണ്. 2.5 ലക്ഷം സ്ക്വയർ ഫീറ്റ് ആണ് നമ്മുടെ ഫോക്കസ് മാളിന്റെ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. അപ്പോൾ ഈ 5 മാളുകളാണ് നമ്മുടെ കോഴിക്കോട് മാവൂർ റോഡിൽ വരുന്നത്. പക്ഷേ തൊട്ടടുത്ത് തന്നെ നമ്മുടെ ലാൻഡ്ഷിപ്പ് മാളും വരുന്നുണ്ട് കേട്ടോ. അതും കൂടെ കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഒറ്റ സ്ട്രെച്ചിൽ മാത്രമായിട്ട് മൊത്തം 6 ഷോപ്പിംഗ് മാളുകളാണ് വരുന്നത്. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയോ, ഒരു ഏരിയയിൽ തന്നെ 6 ഷോപ്പിംഗ് മാളുകളുടെ ഇങ്ങനെ അടുത്തടുത്ത് വരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതും ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ 13 സ്ക്രീനും ഉണ്ട്. 3 തിയേറ്ററിലായിട്ട് 13 സ്ക്രീനും ഉണ്ട്. അപ്പൊ ഇനി അങ്ങോട്ടുള്ള കോഴിക്കോട് ജില്ലയിലെ ഡെവലപ്മെന്റ്സുകൾ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക, നമുക്ക് അതൊക്കെ പറയാം കേട്ടോ. അപ്പം എന്തായാലും ഈ ഒരു ഹൈവേ വികസനത്തോട് അനുബന്ധിച്ചിട്ട് ഒരുപാട് ഡെവലപ്മെന്റ്സ് ആണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ഷോപ്പിംഗ് മാളുകൾ തുറക്കാനായിട്ടുണ്ട്, ഒരുപാട് തിയേറ്ററുകൾ തുറക്കുന്നുണ്ട്. അപ്പോൾ ഗംഭീരമായ ഒരു മാറ്റം തന്നെയാണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ എന്തായാലും ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. പിന്നെ കമന്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പൊ അടുത്ത് വീഡിയോ കാണാം. അപ്പൊ അതുവരേക്കും ബൈ.